ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം പാഠം 1 പറവപാറി എന്നുള്ള യൂണിറ്റ് ആണ്. അപ്പോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം 1 നമുക്ക് പഠിക്കാനുള്ളത് ആകെ 8 പാഠങ്ങളാണ്. അതിലെ ആദ്യ പാഠമാണ് പറവപാറി. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ 1ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അക്ഷരമാലയൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ. സ്വരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം അറിയാം. 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം നന്നായിട്ട് അറിയാമെന്ന് കരുതുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷികളെ ഇഷ്ടമാണല്ലേ? പറവകളെ ഇഷ്ടമാണ്. ഏതൊക്കെ പറവകളെയാണ് കണ്ടിട്ടുള്ളത്? കാക്ക, തത്ത, മയിൽ, കോഴി, താറാവ് തുടങ്ങിയവയെല്ലാം നിങ്ങൾക്കറിയാമല്ലേ? നമുക്ക് വായിച്ചു നോക്കിയാലോ. പാഠം 1 പറവപാറി. തന 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 താന പട 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 പറവ. ടീച്ചറിനൊപ്പം വായിക്കണേ. പട പട പാറി കലപില പാടി തന തന താന താനന താന. അപ്പോ എല്ലാവരും വായിച്ചല്ലോ. എല്ലാവർക്കും വായിക്കാൻ അറിയാമല്ലോ. അക്ഷരങ്ങൾ ചേർത്തും അതുപോലെ നമ്മുടെ മലയാള ചിഹ്നങ്ങൾ ചേർത്തും വായിക്കാൻ പഠിച്ചിരിക്കണം. മലയാള ചിഹ്നങ്ങളുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് ഒന്നുകൂടി പാടി നോക്കിയാലോ. തന 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 താന പട 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 പറവ പട പട പാറി കലപില പാടി തന തന താന താനന താന. എങ്ങനെയാണ് മക്കളെ പറവകൾ പറക്കുന്നത്? പടപട ചിറകടിച്ചാണല്ലേ. പടപടപട ചിറകടിച്ച് പറവകൾ പറക്കുന്നു. എന്നിട്ടോ എങ്ങനെയാണ് പറവകൾ ശബ്ദമുണ്ടാക്കുന്നത്? കലപില പാടിയാണല്ലേ. കലപില പാടി ശബ്ദമുണ്ടാക്കുന്നു. അപ്പോ നമുക്ക് ഈ പാഠത്തിന്റെ തന്നെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. ഇതൊരു ചെറിയ പാഠമാണ്, നിങ്ങൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ കുറെ ഉണ്ടാകും. പക്ഷെ ആദ്യത്തെ പാഠമായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാഠമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, 1ാം ക്ലാസ്സിലെ മക്കളാണ്, ആദ്യത്തെ പാഠമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി കളർ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ കൊണ്ട് കളർ ചെയ്യിക്കും. നന്നായിട്ട് കളർ ചെയ്യുക. ചിത്രത്തിൽ കാണുന്നത് പോലെ മരത്തിന്റെ ഇലകൾക്ക് പച്ച കളറും മരത്തിന്റെ തണ്ടിന് ഏത് കളർ കൊടുക്കും? കാപ്പിപ്പൊടി കളർ കൊടുക്കും അല്ലേ. പിന്നെയോ മേഘത്തിന് ആകാശനീല കളറും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാം. അടുത്ത് നോക്കൂ, തന തന എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എഴുതി കൊടുക്കണം. എന്തെഴുതും അവിടെ? തന 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 താന എന്നെഴുതണം. അടുത്ത് നോക്കൂ, പട പട എന്ന് തന്നിട്ടുണ്ട്. മുകളിൽ പട 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 പറവ എന്ന് എഴുതി കൊടുക്കണം. അടുത്ത പേജ് നോക്കൂ, പട പട എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്തെഴുതി കൊടുക്കണം? പട 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 പറവ എന്ന് എഴുതി കൊടുക്കണം. തന എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തെഴുതി കൊടുക്കാം? തന 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 താന എന്ന് എഴുതി കൊടുക്കാം. അടുത്ത പേജ് നോക്കൂ, കലപില എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ആ വരിയിൽ തന്നെ കലപില എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ കലപില 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 പാടി തന 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 താന എന്ന് എഴുതി കൊടുക്കണം. എല്ലാവരും എഴുതുമല്ലോ. ഇനി അടുത്ത പേജ് നോക്കിയ മക്കളെ, കുറച്ച് പറവകളുടെ പടങ്ങൾ തന്നിട്ടുണ്ട്. നിറം താ എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴേക്ക് പോകുന്ന പറവകൾക്ക് മഞ്ഞ കളറും വലത്തേക്ക് പോകുന്ന പറവകൾക്ക് ചുവപ്പ് കളറും മുകളിലേക്ക് പോകുന്ന പറവകൾക്ക് നീല കളറും ഇടത്തോട്ട് പോകുന്ന പറവകൾക്ക് പച്ച കളറുമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ നിറം കൊടുക്കണം. നോക്കിയേ, ചിത്രത്തിൽ കാണും പോലെ നിങ്ങൾ നിറം കൊടുക്കണം. അടുത്ത പേജിലും അതുപോലെ തന്നെ പറവകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? താഴേക്ക് പോകുന്നതിന് മഞ്ഞയും ഇടത്തോട്ട് പോകുന്നതിന് പച്ച കളറും വലത്തോട്ട് പോകുന്ന പറവകൾക്ക് ചുവപ്പ് കളറും മുകളിലേക്ക് പോകുന്ന പറവകൾക്ക് നീല കളറും കൊടുത്ത് ഭംഗിയാക്കണം. അപ്പോൾ നമ്മൾ പറവപാറി എന്നുള്ള 1ാമത്തെ പാഠം ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ പാഠവുമായി കാണാം. നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.